മെറ്റാ ലീഡ് ഫോം ഒപ്റ്റിമൈസേഷൻ വീഡിയോ പാർട്ട് 3. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോർ വോളിയം സെലക്ട് ചെയ്താലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കണ്ടു. ഈ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മോർ വോളിയം പ്ലസ് കസ്റ്റം ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ലീഡ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റില്ലേ? ഒരു പരിധി വരെയൊക്കെ നമുക്ക് മോർ വോളിയം ചൂസ് ചെയ്യുന്നതോടൊപ്പം കസ്റ്റം ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്താൽ ലീഡ്സിന്റെ ക്വാളിറ്റി, അതായത് ആക്സിഡന്റൽ ലീഡ്സും സ്പാം ലീഡ്സും വരുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കസ്റ്റം ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഇവിടെ യൂസറിന്റെ ഡീറ്റെയിൽസ് ഓട്ടോഫിൽ ആയിരിക്കും. യൂസർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയ സമയത്ത് ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെയാണ് ഹയർ ഇന്റന്റിന്റെ പ്രാധാന്യം. ഈ ഹയർ ഇന്റന്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിവ്യൂ സ്ക്രീനും കൂടി വരും. അതായത് യൂസറിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ ഒരു റിവ്യൂ സ്ക്രീനും കൂടി വരും. അവിടെ യൂസേഴ്സിന് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടി വെരിഫൈ ചെയ്യാനും പിന്നെ ഫോം സബ്മിറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കാരണം ആക്സിഡന്റൽ ലീഡ്സും റോങ് നമ്പർ ആയിട്ട് വരുന്ന ലീഡ്സും കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി ലീഡ്സ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഇന്റന്റ് പ്ലസ് കസ്റ്റം ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലീഡ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഹയർ ഇന്റന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലീഡ്സിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. ശരിക്കും നിങ്ങളുടെ ലീഡ്സിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രിയേറ്റീവ്സും ടാർഗറ്റിംഗും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഓഫേഴ്സും അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിന്റെയോ അടിസ്ഥാനത്തിലാണ്. അത് കൂടാതെ ഒരു ഓപ്ഷൻ മാത്രമാണ് ഹയർ ഇന്റന്റ്. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ലീഡ്സിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷനാണ് OTP വെരിഫിക്കേഷൻ. OTP വെരിഫിക്കേഷൻ എനേബിൾ ചെയ്താലുണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.